ത്രിയേക ദൈവത്തിന് സ്തുതി. ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം സങ്കീർത്തനങ്ങൾ 147 അധ്യായം 3 മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും തകർന്നു പോയേക്കാം. നമ്മളെ ആരും മനസ്സിലാക്കുന്നില്ലെന്ന് നമുക്ക് തോന്നിയേക്കാം. ചിലപ്പോൾ കണ്ണുനീർ പോലും ആരോടും പറയാൻ കഴിയാതെ ഒളിപ്പിക്കേണ്ടി വന്നേക്കാം. പക്ഷേ ഈ വാക്യം നമ്മോട് എന്താണ് പറയുന്നത്? ദൈവം നിൻ്റെ വേദനയെ കാണുന്നു. ദൈവം നിൻ്റെ ഹൃദയം അറിയുന്നുണ്ട്. നീ ഒറ്റയ്ക്കല്ല. മനുഷ്യർ നമ്മെ മറന്നേക്കാം, പക്ഷേ ദൈവം ഒരിക്കലും നമ്മെ മറക്കുകയില്ല. നിൻ്റെ ഹൃദയം തകർന്നിട്ടുണ്ടോ? നിനക്കുള്ളിൽ വേദനയുണ്ടോ? അപ്പോൾ ഇന്ന് ദൈവം നിന്നോട് പറയുന്നത് ഇതാണ്: ഞാൻ നിന്നെ സുഖപ്പെടുത്തും, ഞാൻ നിൻ്റെ മുറിവുകൾ കെട്ടും. ഇത് വെറുമൊരു വാക്കുകളല്ല, ഇത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. എത്രത്തോളം വേദനയിലായി കഴിഞ്ഞു കഴിഞ്ഞാലും ദൈവം നമ്മോട് കൂടെയുണ്ട്. നമ്മുടെ ഹൃദയത്തെ സൗഖ്യപ്പെടുത്തുവാനായിട്ട് ദൈവത്തിന് സാധിക്കും. ഹൃദയം തകർന്നവരെയും കർത്താവ് സുഖപ്പെടുത്തുന്നു. മുറിവുകളെ അവൻ തന്നെയാണ് കെട്ടുന്നത്. നമ്മുടെ വേദനകൾ നമ്മുടെ ദൈവം കാണുന്നുണ്ട്. ഇത് നമുക്ക് വലിയൊരു പ്രത്യാശയാണ്. ദൈവം നമ്മുടെ ഉള്ളിലെ മുറിവുകൾ പോലും മറക്കാതെ നമ്മളെ പരിചരിക്കുന്നുണ്ട്. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ യാതൊന്നിനെയും ഭയപ്പെടേണ്ടെന്ന് ആവശ്യമില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും ദൈവത്തോട് തുറന്ന് സംസാരിക്കുക, അവനിൽ വിശ്വസിക്കുക. കാരണം നമ്മുടെ മുറിവുകൾ സുഖപ്പെടുത്തുന്ന ഒരേ ഒരു വൈദ്യൻ ദൈവമാണ്. ഈ വചനത്താൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ആമേൻ.